എനിക്ക് കഴിയില്ല, മടുത്തു, എന്നെ വെറുതെ വിട്ടേരെ, ഞാൻ ഇന്ത്യയിൽ നിന്ന് തന്നെ പോയേക്കാം എന്ന് ഞാനല്ല പറയുന്നത്, വാട്സാപ്പാണ് പറയുന്നത്. എന്താണ് ആക്ച്വലി വാട്സാപ്പിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പായി നമ്മുടെ എസ്കേപ്പ് പ്ലാറ്റ്ഫോമിൽ അംഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കും യൂട്യൂബ്. സോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, നമുക്കറിയാം നമ്മൾ ഇന്ന് ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക കാലഘട്ടത്താണ്. പ്രത്യേകിച്ചും IT ഡോമിനേഷൻ ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ സ്നേഹിതരോ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് പലതരത്തിലുള്ള ആപ്പുകൾ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആപ്പുകൾ ആണ് ആക്ച്വലി ഈ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയവയെല്ലാം. പിന്നെ ഈ പറയുന്ന ഓരോ ആപ്പുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റീസും ഉണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ട്വിറ്ററൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മളറിയാത്ത ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ നമ്മൾ ഇടുന്ന മെസ്സേജസോ അല്ലെങ്കിൽ ഫോട്ടോസോ മറ്റ് ഡാറ്റാസൊക്കെ ഒരുപക്ഷെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളല്ലാത്ത ഒരുപാട് ആൾക്കാരും അത് കാണാനായിട്ട് സാധിക്കും. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ട്വിറ്ററിലും അതുപോലെ തന്നെയാണ്. കാരണം അതൊരു സോഷ്യൽ മീഡിയ ആണ്. കാരണം കൂടുതൽ ആൾക്കാർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ ആണ് ഈ പറയുന്നവയെല്ലാം. പക്ഷേ ഈ വാട്സപ്പ് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് കൂടി സെക്യൂരിറ്റി കൂടുതൽ ഉള്ളൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെയാണോ അല്ലെങ്കിൽ ആരുടെയൊക്കെയാണോ കോണ്ടാക്റ്റാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോണിൽ, അവർക്ക് മാത്രമാണ് നമ്മൾ വാട്സപ്പിലൂടെ ഇടുന്ന ഇപ്പോൾ ഫോട്ടോസ് ഒരു സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയാണെങ്കിൽ അത് അവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് ആ ഒരു വ്യക്തി മാത്രമേ ആ മെസ്സേജ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് വാട്സപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് നോക്കണ്ടേ? യെസ്, അതായത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ വാട്സപ്പിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 IT ആക്ട് വാട്സപ്പ് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാൽ വാട്സപ്പ് അതിന് നോ പറയുകയാണ്. വേണ്ടി വന്നാൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകാം എന്നാണ് വാട്സപ്പ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം നമ്മളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറവായിരിക്കും. എന്നാൽ വാട്സപ്പ് ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രത്തോളം സെക്യൂർ ആണ്, അതിലൂടെ നമ്മൾ ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വാട്സപ്പാണ്. അപ്പോൾ ഈ വാട്സപ്പിൽ ഇത്രയും ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റഡ് ആണ്. കാരണം ഡാറ്റ ലോസ് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ട്രസ്റ്റ് സംരക്ഷിക്കണം എന്നാണ് കമ്പനി പറയുന്നത്. എന്നാൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് ഇടുകയാണെങ്കിൽ ആ മെസ്സേജിൻ്റെ സോഴ്സ് എവിടെയാണ് എന്നറിയാനുള്ള പെർമിഷനാണ് ആക്ച്വലി ഗവൺമെൻറ് ചോദിക്കുന്നത്. എന്നാൽ വാട്സപ്പ് അതിന് നോ എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ മേൽ വെച്ചിട്ടുള്ള ട്രസ്റ്റിനെ ബാധിക്കുമെന്നും അത് അവരുടെ പ്രൈവസിക്ക് എതിരാണെന്നും ആണ് വാട്സപ്പ് പറയുന്നത്. എന്നാൽ ഗവൺമെൻറ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ ടെററിസം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൊലപാതകങ്ങൾ, മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വാട്സപ്പിലൂടെ ഒക്കെ നടക്കാം, അല്ലെങ്കിൽ മറ്റു തരം മീഡിയാസിലൂടെ എല്ലാം നടക്കുന്നുണ്ട്. പലതരത്തിലും പല പ്രശ്നങ്ങൾ പിടിക്കപ്പെടുന്നുണ്ട്. എന്നാൽ വാട്സപ്പിൽ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നൊക്കെ നമ്മൾ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മളിടുന്ന ഒരു മെസ്സേജ് ആ വ്യക്തിക്കല്ലാതെ വേറെ ആർക്കും തന്നെ കാണാൻ കഴിയില്ല എന്നുണ്ടൊക്കെ ഉണ്ട് നമുക്ക്.
അപ്പോൾ ഇത്തരത്തിലുള്ള പെർമിഷനെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഗവൺമെൻറ്റിന് ഇത് കാണാനായിട്ട് സാധിക്കുകയും പിന്നെ അത്തരത്തിലുള്ള സോഴ്സ് എവിടെയാണെന്ന് ഈസി ആയിട്ട് കണ്ടെത്താനായിട്ടും സാധിക്കും. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് തടയാം എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാട്സപ്പ് അതിന് നോ പറയുന്നത്. വാട്സപ്പ് പറയുന്നത് ഇപ്പം നമുക്കൊക്കെ അറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ നാട്ടിലുള്ള നിയമങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. മാത്രമല്ല ഇത് പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള റൂൾസ് എല്ലാം തന്നെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ നിലവിലുള്ള റൂൾസുകൾ പോലും പലതരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ വാട്സപ്പിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയപ്പെടുന്ന ആ റൂൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രൈവസി ആയിട്ട് ഒരാൾക്ക് സെൻഡ് ചെയ്യുന്ന മെസ്സേജുകളും ഡാറ്റാസും എല്ലാം തന്നെ മറ്റുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നുള്ളതാണ്. അത് നമ്മുടെ പ്രൈവസിയെയും ബാധിക്കുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടികളുണ്ട്, അല്ലാത്ത പാർട്ടികളും ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാണെങ്കിൽ അവർക്ക് അധികാരമുണ്ട്. അപ്പോൾ ഇവർ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പാർട്ടികളിലെ വ്യക്തികളുടെ ഡാറ്റാസ് പെട്ടെന്ന് അറിയാനായിട്ടും സാധിക്കും. അപ്പം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതും പലതരത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇത്തരത്തിലുള്ള പ്രൈവസികൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് വാട്സാപ്പ് പറയുന്നത്. കാരണം ഇത് ഈ പ്രൈവസി എന്ന് പറയുന്നത് ജനങ്ങളുടെ ട്രസ്റ്റാണ്, വാട്സാപ്പിൻ്റെ മേലുള്ള ട്രസ്റ്റാണ്. അപ്പം അത് സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയും ആണ് എന്നാണ് വാട്സാപ്പ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ് റൂൾസുകൾ ഫോളോ ചെയ്യണമെന്ന് ഇന്ത്യ മാത്രമല്ല പറയുന്നത്, USA, ജപ്പാൻ, കാനഡ തുടങ്ങിയ ഒരു 5 രാജ്യങ്ങൾ ഇത്തരത്തിൽ ഇഷ്യൂ റേസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ഗവൺമെൻറ് കൂടുതൽ പ്രഷർ കൊണ്ടുവരികയാണെങ്കിൽ വാട്സപ്പ് ഇന്ത്യയിൽ നിന്ന് ക്വിറ്റ് ചെയ്യപ്പെടും എന്നാണ് മെറ്റ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇൻ ഫ്യൂച്ചറിൽ വാട്സപ്പ് ഉണ്ടാകുമോ അതോ വാട്സപ്പ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുമോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഉപയോഗിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവാക്കളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, പ്രണയിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇമോജീസൊക്കെ അയച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് മെസ്സേജുകൾ അയച്ചുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപക്ഷെ നമ്മുടെ വാട്സപ്പ് ബാൻ ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇതിന് പാരലായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും. അത് നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു പ്രശ്നത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടാണോ കറക്റ്റ് അതോ വാട്സപ്പ് എടുക്കുന്ന നിലപാടാണോ കറക്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു പുതിയ വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ലവ് യു ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.